മുൻപേ കടന്നുപോയ മികച്ച നടന്മാരുണ്ടായിരുന്നു. അവരുടെ നിന്ന് ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓർ ഫ്രം ദ മിസ്റ്റേക്സ് ദറ്റ് ദേ ഹവ് ഡൺ ഇൻ ദ പാസ്റ്റ്, ലൈക്ക് ഐ ഷുഡ് നോട്ട് റിപ്പീറ്റ് ദിസ്. അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവരുടെ പേഴ്സണൽ ലൈഫിലുള്ളതാണോ അതോ ആക്ടിങ് ലൈഫിലുള്ളതാണോ? നിങ്ങൾ ആക്ടിങ് ലൈഫിൽ അങ്ങനെ മിസ്റ്റേക്സ് കനോട്ട് ബി റെക്ടിഫൈഡ്. അവർ ചെയ്തൊരു മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. കാരണം ദറ്റ് ഈസ് ദെയർ. അവർ പിന്നെ ഇത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരാളുടെ ജീവിതം കണ്ടിട്ട് അയാൾക്ക് ഫെയിലിയർ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. കറക്റ്റ്. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് അല്ലേ. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിനെ കൊണ്ടുവന്നത്, അല്ലാതെ വേറൊരാളുടെ ജീവിതത്തിൻ്റെ എക്സാമ്പിൾ കണ്ടിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരു സിനിമ മോശമായിട്ട് അതിലെ ആക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ബിഗ് കോൺഗ്രസ് സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ അസോസിയേഷനിലൂടെയാണ് ഒരു സിനിമ നന്നാകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും വേറെ ചില സ്ഥലങ്ങളിൽ ഒരു സിനിമ അതിൻ്റെ ഡയറക്ടറുടെ പേരിലായിരിക്കും അറിയുന്നത്, മറ്റ് പല സ്ഥലങ്ങളിൽ ഒരു സിനിമ ചിലപ്പോൾ ഒരു ആക്ടറുടെ പേരിലായിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ ആക്ടർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരും, മെയിൻ ആക്ടർ. പക്ഷെ അത് ശരിയല്ല. എല്ലാവരും കൂടെ ചേരുമ്പോഴാണ്. എത്ര നല്ലൊരു സിനിമയായാലും അത് നന്നായിട്ട് ഷൂട്ട് ചെയ്തില്ല, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ടർ കനാട്ടു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെയാണ് അസസ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ഈ സിനിമ ഞാൻ വളരെ ശരിയായില്ല, ആ സീൻ ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു എന്ന് വേറൊരു സിനിമയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ സിനിമ എന്ന് പറയുന്നത് കഴിഞ്ഞു. അത് വേറൊരു ദിവസം പോലെയാണ്. യു കനോട്ട് ഗോ ബാക്ക് ആൻഡ് കറക്റ്റ് ദാറ്റ് ഡേ. അപ്പോൾ അതുകൊണ്ട് വേറെ മുൻകാല ആൾക്കാർ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെല്ലാവരും വലിയ ആൾക്കാരായിരുന്നു അല്ലേ. അവർ എന്തായാലും മനഃപൂർവ്വമായിട്ടൊരു തെറ്റില്ല. ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബൈ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നതാണ്. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ രീതി കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടാണ്. ഇതൊന്നും ഒരു കാര്യം മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്നതല്ല. അപ്പം അത്തരത്തിൽ നിന്ന് റെക്ടിഫൈ ചെയ്ത് ഞാൻ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല.